എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്, ഹൈ പ്രീസ്റ്റസ്, ഹെർമിറ്റ് മോഡ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകതകളുള്ള സമയമാണ്. ആദ്യം തന്നെ 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് തീർച്ചയായിട്ടും അതൊരു വിഷ് കം ട്രൂ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സാധ്യമാകുന്നു എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ സക്സസ് ആണ് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷവും നിർവൃതിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇതുവരെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്ന് പറയാം. വളരെ നല്ല സമയമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ലോട്ടറി ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ലോട്ടറി എടുക്കേണ്ട, ഒരൊറ്റെണ്ണം എടുത്താൽ മതി. ഇത് ഒത്തിരി പേർക്ക് കാണുന്ന റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവില്ല. നിങ്ങളാണ് ഭാഗ്യവാനോ ഭാഗ്യവതിയോ എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ആ ഒരു ലോട്ടറി ടിക്കറ്റ് അല്ലെങ്കിൽ 1 or 2 നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എടുക്കുക, അമിതമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മക്കൾക്ക് മകനെയോ മകളെയോ സംബന്ധിച്ചാവും, മക്കൾക്ക് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ജോലി റെഡി ആയിട്ടില്ല എന്നുള്ളത് കാത്തിരിക്കുന്നു. ഒത്തിരി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഭാഗ്യം ഗവൺമെൻറ് ജോലി സംബന്ധമായിട്ട് കാത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അല്ലാതെ ജോലി ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളെ തേടി വരുന്നു. അപ്പോൾ വഴിപാടുകളൊക്കെ ഒത്തിരി നേർന്നിട്ടുള്ളവരാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ആലോചിച്ച് ഇപ്പോൾ പറഞ്ഞ വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ആരോഗ്യം ഏറ്റവും ആ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ആരോഗ്യമായിരിക്കും നിങ്ങളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു അടുത്തിടയ്ക്കായിട്ട് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ വാസമായിരിക്കുമെങ്കിൽ അതൊക്കെ മാറി സമാധാനവും സ്വസ്ഥയുള്ളൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, ക്യൂൻ ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലരും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഇമോഷൻസിന് അടിമപ്പെട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഇമോഷൻസിന് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെച്യൂരിറ്റി ഒന്നല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ഒന്ന് മിതത്വം പാലിക്കുക, രണ്ടാമത് വളരെ പക്വതയോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് കുറച്ച് ദാനശീലം അല്ലെങ്കിൽ കുറച്ച് മനസ്സിലൊരു ഇമോഷൻ കൂടുതലുള്ളൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ മുതലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മറ്റുള്ളവരങ്ങനെ നിങ്ങളെ മുതലെടുക്കാൻ നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റ് ചില ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ കേട്ട് മനസ്സലിഞ്ഞ് കടം കൊടുക്കുന്ന സാഹചര്യമുണ്ട്.
പൊതുവേ ഈ ഒരു മാസം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ആരെങ്കിലുമൊക്കെ കടം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ കൊടുക്കുക. അതായത് വേറൊരിടത്ത് നിന്ന് വലിയൊരു തുക മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കടം മേടിച്ചിട്ടോ നിങ്ങൾ ജാമ്യം നിന്നിട്ടോ കൊടുക്കാതിരിക്കുക. ആരെങ്കിലും ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നിങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജാമ്യം നിൽക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കുക. ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വളരെയധികം, ജീവിതത്തിൽ വളരെയധികം ഒത്തിരി ആഗ്രഹിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കൊരു ചായ്വ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിയാനും പഠിക്കാനും അതിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങളും മെഡിറ്റേഷൻ അതൊക്കെ നിങ്ങൾ യഥാവിധിപ്രകാരം പഠിപ്പിക്കുന്നിടത്ത് പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ നിങ്ങൾ ചില ആളുകൾ ഉപാസന അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പഠിക്കാനായിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ വ്യക്തമായിട്ട് ഉറപ്പുള്ളിടത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് പോയിട്ടല്ല, നിങ്ങൾക്ക് ഉറപ്പ് വർഷങ്ങളായിട്ട് പാരമ്പര്യം ഉള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ അവരുടെ ക്രെഡിബിലിറ്റി ഉറപ്പുള്ളിടത്ത് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ആത്മീയമായിട്ടുള്ളൊരു ഒരു ദിവ്യത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു ആത്മീയത. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതുമായിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ വളരെയധികം ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് നിങ്ങളിലുണ്ട്. അപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വലിയൊരാളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അറിയാം, ചില ആളുകൾ ഫേമസ് ആയിരിക്കും പക്ഷേ അവരുടെ കഴമ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കഴമ്പ് ഇല്ലാത്ത ആളുകളെ നിങ്ങൾ തിരിച്ചറിയാം, പക്ഷെ മറ്റാളുകൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവർ ഫേമസ് ആണ് എന്ന് പറയുന്നിടത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അടുത്തിടയ്ക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം നാളായി ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒന്ന് ബിസിനസ് ഡള്ളാണ്, അപ്പോൾ നിങ്ങൾ പല സാഹചര്യം കൊണ്ടിട്ട് ബിസിനസ് നിർത്തിയാലോ മുന്നോട്ടേക്ക് എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവാം. അപ്പോൾ പെട്ടെന്നൊന്നും ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ചെയ്ത വർക്ക്, ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കാലത്തിനൊത്ത് നീങ്ങേണ്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഏത് കാലത്തിലാണോ ജീവിക്കുന്നത് ആ കാലത്തിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ കാലത്തിനൊത്തല്ല നീങ്ങുന്നതെങ്കിൽ നിങ്ങൾ പുറന്തള്ളപ്പെടും. അപ്പോൾ നിങ്ങൾ ബലം പിടിച്ചിരിക്കാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്താണ് അനിവാര്യമായിട്ടുള്ളത്, നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റി കളയാത്ത രീതിയിൽ എങ്ങനെയാണ് കാലഘട്ടത്തിന് ഒതുങ്ങുന്നത്, അതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറിയാൽ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഹെർമിറ്റ് മോഡാണ്. സോ ഈ ഹെർമിറ്റ് മോഡ് സൂചിപ്പിക്കുന്നത് ഒത്തിരി അധികം ആത്മീയ കാര്യങ്ങളിലേക്ക് ഓവറായിട്ട് പോകാതിരിക്കുക, പക്ഷെ ആത്മീയതയും മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ അതിൽ താല്പര്യവും അതിനെക്കുറിച്ച് പഠിക്കുക. പക്ഷേ നിങ്ങൾ ഒരു സന്യാസിയായിട്ട് മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദീക്ഷ എടുക്കുക ആ ഒരു രീതിയിലേക്കല്ല പോകുന്നത്, മറിച്ച് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആത്മീയതയെ കണ്ടറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം കുടുംബവും നിങ്ങളുടെ ജോലിയും ഫിനാൻസ് ആൻഡ് കരിയർ അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ഒക്കെ കൂടെ കൊണ്ടുപോകണം. അതോടൊപ്പമാണ് ആത്മീയത കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക അല്ല വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില പ്രായമായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമായിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. കുട്ടികളുടെ ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് മാതാപിതാക്കൾക്ക് സന്തോഷം തരുന്ന കാര്യം. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൂടുതൽ സമയം ചിലവഴിക്കുക, സംസാരിക്കുക, നിങ്ങൾക്ക് അർഹതപ്പെടുന്ന ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, കെയർ ചെയ്യുന്നു, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കൂടി വരുമ്പോൾ അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളായിട്ട് സമ്പാദിച്ചതും അല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും എല്ലാ വഴിയിലൂടെയും ധനം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കുക. ഇപ്പോൾ വിട്ടുകളയാണെന്ന സമയമല്ല, പിടിച്ചു നിൽക്കുക, സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.